ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡിനെ എങ്ങനെ നമുക്കൊരു വെബ്സൈറ്റ് ആക്കി മാറ്റാം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ രീതിയിൽ വേണമെങ്കിലും ഒരു ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് നിർമ്മിക്കാം. നമ്മൾ ആവശ്യം എന്താണോ അതനുസരിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അതിനെ ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഈ ഒരു ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു വീട്ടിലൊരു ചെറിയൊരു കച്ചവടം അല്ലെങ്കിൽ ഒരു വെജിറ്റബിളിൻ്റെ കൃഷി ചെയ്തിട്ട് തന്നെ സെല്ല് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കിയിട്ട് സെല്ല് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു വിസിറ്റിംഗ് കാർഡാണ്. ഈ ഒരു ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കസ്റ്റമർക്ക് ഇതിൽ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം വേണമെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളതാണെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് അവർക്ക് നോക്കാൻ പറ്റും. ഈ ഒരു വാട്സപ്പിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് വാട്സപ്പിനകത്ത് സെറ്റ് ചെയ്ത് വെക്കാം എന്തൊക്കെയാണ് നമ്മളെ പ്രോഡക്റ്റ് എന്നുള്ളത്. അപ്പോൾ അത്തരം കച്ചവടങ്ങളൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് പറ്റിയൊരു വിസിറ്റിംഗ് കാർഡായിട്ടാണ് ഇതിനെ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു ഫോട്ടോയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മളെ ഓൺ ഫോട്ടോ വേണമെങ്കിലും വയ്ക്കാം, അതല്ല വേറെ ഏതെങ്കിലും ഫോട്ടോകൾ വേണമെങ്കിലും വയ്ക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് യു ക്യാൻ ചെക്ക് അവൈലബിലിറ്റി റൈറ്റ് നൗ എന്നൊരു ഹെഡിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞൊരു വാട്സപ്പിൻ്റെ ഐക്കണും കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് കോഡിങ് ചെയ്യേണ്ടതുണ്ട്. കോഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഞാൻ ഇതിനകത്ത് എന്തൊക്കെ ഐക്കണാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ എല്ലാം കോഡിങ്ങും അതുപോലെ തന്നെ ലിങ്കുകളും എല്ലാം കളക്ട് ചെയ്ത് ഒരു ഗൂഗിൾ ഡ്രൈവിനകത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ സിമ്പിളായിട്ട് ഇതിനെ കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. നേരെ ഇവിടേക്ക് വന്നതിന് ശേഷം ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം Ctrl+K കൊടുത്താൽ മതി. നമുക്കറിയാം Ctrl+K എന്ന് വെച്ചാൽ ഷോർട്ട് കീ ആണ്. അതിനുശേഷം പേസ്റ്റ് കൊടുക്കണം. ഡൺ. ഓക്കെ, ഇവിടെ നമ്പർ വന്നിട്ടില്ല, നമ്പർ ഇവിടെ ടൈപ്പ് കൊടുക്കണം. അതുപോലെ ഇവിടെ ഒരു ടൈറ്റിൽ കൊടുത്തതിന് ശേഷം ഇവിടെ ഒരു വാട്സപ്പിൻ്റെ ഐക്കൺ കൊടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രോഡക്റ്റ് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ അവൈലബിലിറ്റി ആദ്യം ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്ത് ഉണ്ടെങ്കിൽ അതിന് പേയ്മെൻറ്റ് ചെയ്യണം. അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്കറിയണമല്ലോ പേയ്മെൻറ്റ് ചെയ്തോ ഇല്ല എന്നുള്ള. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാട്സപ്പ് നമ്പറാണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ പേയ്മെൻറ്റ് ചെയ്യേണ്ട മെത്തേഡൊക്കെ എഴുതിയിട്ടുണ്ട്. ആദ്യം പ്രോഡക്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് പേയ്മെൻറ്റ്, അത് കഴിഞ്ഞിട്ട് പേയ്മെൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് വേണം. ഓക്കെ, ഇവിടെ നമ്മൾ സോഷ്യൽ മീഡിയ ഐക്കൺസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ആക്റ്റീവാക്കി എടുക്കേണ്ടതുണ്ട്. നിലവിൽ ഇതിലെല്ലാം ലിങ്കുകളെല്ലാം എംബേഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിലിപ്പം ചെയ്യാത്തത് ലൊക്കേഷൻ്റെ മാത്രമേ ഉള്ളൂ. ലൊക്കേഷനോട് നമുക്കൊന്ന് കൊടുക്കാം. ഇവിടെ ലൊക്കേഷൻ്റെ ലിങ്ക് നമുക്ക് കൊടുക്കണം. അതെങ്ങനെയാണ് നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ ഗൂഗിൾ ഡ്രൈവിലേക്ക് പോകണം. ഗൂഗിൾ ഡ്രൈവിലേക്ക് പോയിട്ട് നമ്മുടെ ലൊക്കേഷൻ എവിടെയാണോ ഉള്ളത് അതെടുക്കണം. ഇപ്പം ഞാൻ കേരള എന്ന് കൊടുത്തു, കേരളത്തിൽ കൊച്ചി കൊടുത്തു. ഓക്കെ, നിങ്ങളുടെ സ്ഥലം എവിടെയാണോ അല്ലെങ്കിൽ ഓഫീസ് നിൽക്കുന്ന എവിടെയാണോ അത് കൃത്യമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു ലൊക്കാലിറ്റി കാണിച്ചിട്ടും അവിടെ നമുക്ക് പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്യാൻ കഴിയും. ഇപ്പോൾ എറണാകുളത്ത് ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലം കാക്കനാട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിൻ്റ് മൊത്തം കാണിച്ചത് ഇവിടെ എവിടെയാണ് നമ്മുടെ ഓഫീസ് എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് കഴിയും. ഇപ്പോൾ കാക്കനാട്ട് തന്നെ നമുക്ക് ഇവിടെയാണ് എൻ്റെ ഓഫീസ് എന്നുള്ള രീതിയിൽ കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു പോയിൻ്റ് വന്നിട്ടുണ്ടാവും. ഇവിടെ ഈ ഒരു പോയിൻ്റ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ താഴെ ഒരു ഷെയർ ബട്ടൺ ഓപ്പൺ ആയിട്ട് വരും. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എൻ്റെ ഒരു റിയൽ വ്യൂ നമുക്കിവിടെ കിട്ടും. ഇതാണോ നിങ്ങളുടെ ഓഫീസ് എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട് ഗൂഗിള്. ഓക്കെ, ഇനി ഇതല്ല ഇങ്ങോട്ടാണെങ്കിൽ ഇങ്ങോട്ടൊക്കെ നമുക്ക് സെർച്ച് ചെയ്യാനായിട്ട് കഴിയും. നമുക്കിപ്പോൾ അതൊന്നും വേണ്ട, നമുക്ക് കൺഫേം ആണെങ്കിൽ നേരെ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ കോപ്പി ലിങ്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യണം. അത് സെലക്ട് ചെയ്തതിന് ശേഷം നേരെ ഇങ്ങോട്ട് വന്നതിന് ശേഷം ഇവിടെ ലൊക്കേഷനിൽ ഇതൊന്ന് സേവ് ചെയ്ത് വെക്കണം. ഓക്കെ, നമ്മളിതെല്ലാം സേവ് ചെയ്ത് വേണം പോകേണ്ടത്. കാരണം എന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് പണി തീരത്തുള്ളൂ. ഇപ്പം നിങ്ങളുടെ ഒരു കസ്റ്റമറിൻ്റെ ആണെങ്കിൽ ആ കസ്റ്റമറിൻ്റെ പേര് ഇവിടെ എഴുതുക, അല്ലെങ്കിൽ ഒരു SKU നമ്പർ എന്തെങ്കിലും എന്താണോ അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആ ഒരു ഡീറ്റെയിൽ ഇവിടെ കൊടുക്കുക. അടുത്തൊരു കസ്റ്റമറിൻ്റെത് ഇവിടെ കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്ത് പോകാനായിട്ട് കഴിയും. ഓക്കെ, അല്ലാതെ വാട്സപ്പിൽ കിടക്കുന്ന ഒരു സാധനം നമ്മൾ ഇതിലേക്ക് എടുക്കുമ്പം ഒരുപാട് ടൈം വേസ്റ്റ് ആകും. അതുപോലെ തന്നെ അത് എത്രത്തോളം ക്ലിയർ ആകും എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ആദ്യം തന്നെ ഡേറ്റ പ്രിപ്പയർ ചെയ്ത് വെക്കുക, അതിനുശേഷം വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ക്യാൻവയിലേക്ക് പോകണം. ക്യാൻവയിലേക്ക് പോയതിന് ശേഷം നമുക്കിവിടെ ആ ഒരു ലിങ്ക് എംബേഡ് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി Ctrl+K കൊടുത്തു, ലിങ്ക് പേസ്റ്റ് ചെയ്തു, ഡൺ കൊടുത്തു. ഓക്കെ, അതവിടെ എംബേഡ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ എന്തെങ്കിലും ടെക്സ്റ്റ് ആയിട്ട് വല്ലതും കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൻ്റെ ഫോട്ടോ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇനി നമ്മൾ ഡീറ്റെയിൽ എല്ലാം കൊടുത്തു വന്നതിന് ശേഷം ഈ ഒരു പേജിനകത്ത് നിൽക്കുന്നില്ല, നമുക്ക് പുതിയൊരു പേജ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഇവിടെ ആഡ് പേജ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ കൊടുത്ത് പോകാൻ കഴിയും. ഇതിനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഓപ്ഷൻ ഉണ്ട് ഡിലീറ്റ്. ഓക്കെ, ഇതൊന്നും വേണ്ട, ഡിലീറ്റ് ചെയ്യുകയാണ്. ഇതും ഡിലീറ്റ് ചെയ്യുകയാണ്. ഇനി ഈ ഒരു പേജിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. അങ്ങനെ വേണമെങ്കിൽ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കാം. ഓക്കെ, സെയിം തന്നെ ഇങ്ങോട്ട് കോപ്പി ആവും. അതല്ല നമുക്ക് ഈ ഒരു പേജ് ലോക്ക് ചെയ്ത് വെക്കണമെങ്കിൽ നമുക്കിവിടെ ലോക്ക് പേജ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പേജ് ലോക്കായിട്ട് മാറും. ലോക്ക് പേജ് ഒന്നുകൂടെ കൊടുക്കുക, അപ്പം ലോക്കായി കഴിയും. പിന്നെ നമുക്ക് ഇതിലൊന്നും എഡിറ്റ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല. നമ്മൾ എഡിറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ ലോക്കിൻ്റെ ഒരു ബട്ടൺ വരും.
ഓക്കെ, ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ നമുക്ക് ലോക്ക് ചെയ്ത് വയ്ക്കാനായിട്ട് സാധിക്കും. അതിന് നമുക്ക് വേണ്ട അൺലോക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ വരിക, ഇവിടെ വന്നതിന് ശേഷം അൺലോക്ക് കൊടുക്കുക. ഈ രീതിയിലൊക്കെ നമുക്ക് ഇതിനെ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഇതിന് നമുക്ക് ഒരു PDF ഫയലാക്കി മാറ്റണമെങ്കിൽ നമുക്കറിയാം, ഇവിടെ വന്നതിന് ശേഷം ഡൗൺലോഡ് കൊടുത്തിട്ട് ഇവിടെ ഫയൽ ടൈപ്പിനകത്ത് PDF സ്റ്റാൻഡേർഡ് എന്നുള്ളത് കൊടുത്താൽ മതി. PDF ഫയലായിട്ട് ജനറേറ്റ് ആയിട്ട് വരും. അതല്ല നമുക്കിതിനൊരു വെബ്സൈറ്റായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഷെയറിനകത്ത് വരണം. വന്നതിന് ശേഷം മോർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. മോർ കൊടുത്തതിന് ശേഷം ഇവിടെ വെബ്സൈറ്റ് എന്ന് പറയുന്നിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ വെബ്സൈറ്റ് കൊടുക്കണം. അതിനുശേഷം കൺവേർട്ട് ടു വെബ്സൈറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ, ഇവിടെ വിത്ത് നാവിഗേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കണം. ഇവിടെ ഡൊമൈൻ നെയിം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഫ്രീ ഡൊമൈൻ ആണ്. അത് ക്യാൻവയുടെ തന്നെ ഡൊമൈനാണ്. പബ്ലിഷ് ടു ക്യാൻവ ഡൊമൈൻ എന്നൊരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, കണ്ടിന്യൂ കൊടുക്കണം. കണ്ടിന്യൂ കൊടുക്കുമ്പം നമ്മളെ പേജിൻ്റെ URL ആണിത്. പേജ് ഡിസ്ക്രിപ്ഷൻ, ഇവിടെ നമുക്ക് എന്തെങ്കിലും പേജിനെ കുറിച്ച് എന്തെങ്കിലും എഴുതണമെങ്കിൽ എഴുതാം. അതല്ലെങ്കിൽ നമ്മുടെ പേര് വേണമെങ്കിൽ പേര് കൊടുക്കാം. കമ്പനിയുടെ പേരോ അല്ലെങ്കിൽ വ്യക്തിയുടെ പേരോ എന്താണെങ്കിലും കൊടുക്കാം. അത് കഴിഞ്ഞ് പബ്ലിഷ് കൊടുക്കണം. ഇതൊരു വെബ്സൈറ്റായിട്ട് മാറിക്കഴിഞ്ഞു. മൊബൈലിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും കാണിക്കുന്നത്. ഇതൊരു ലാപ്പിനകത്തോ അല്ലെങ്കിൽ ഒരു PC-ക്കകത്തോ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇതാണ് നമ്മുടെ ലിങ്ക്. ഈ ഒരു ലിങ്ക് നമുക്ക് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തതിന് ശേഷം ഗൂഗിൾ ക്രോമിലേക്ക് വന്നിട്ട് നമുക്കിതിനെ ഒന്ന് പേസ്റ്റ് ചെയ്ത് എൻ്റർ കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇരിക്കും നമ്മുടെ വെബ്സൈറ്റ്. ഓക്കെ, ഇത് നമ്മളിവിടെ ലൊക്കേഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നേരെ ലൊക്കേഷനിലേക്ക് പോകും. അതല്ല എങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിലേക്ക് പോകണം, നേരെ ഇൻസ്റ്റഗ്രാം പേജിലേക്ക് പോകും. ഓക്കെ, അതല്ല ഫേസ്ബുക്കിലേക്ക് പോകണം, നേരെ ഫേസ്ബുക്ക് പേജിലേക്ക് പോകും. അതല്ല ഇനിയിപ്പോൾ വേണ്ട യൂട്യൂബിലേക്കാണ്, നേരെ യൂട്യൂബിലേക്ക് പോകും. അതല്ല നമുക്ക് വാട്സപ്പാണ് എങ്കിൽ നേരെ വാട്സപ്പിലേക്ക് പോകും. ഓക്കെ, ഇത് ലാപ്പിനകത്തായതുകൊണ്ടാണ് ഇങ്ങനെ. നമ്മൾ ഫോണിനകത്താണെങ്കിൽ നേരെ അങ്ങോട്ട് പോകും. അതല്ല ഇനി കോളാണ് വേണ്ടെങ്കിൽ നേരെ കോൾ ബട്ടണിൽ കൊടുത്താൽ മതി. ഇത് വർക്കാവാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, ലാപ്പിനകത്തായതുകൊണ്ടാണ്. ഫോണിനകത്താണെങ്കിൽ ഇത് വർക്കാവും. ഓക്കെ, അപ്പോൾ എത്ര മനോഹരമായിട്ടുള്ളൊരു വെബ്സൈറ്റാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തെടുത്തത്. ചെറിയൊരു ബിസിനസ് ചെയ്യുന്ന, ഒരു വീട്ടിലിരുന്നൊരു ബിസിനസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ഷോപ്പ് ആയിക്കോട്ടെ, അവർക്ക് ഇതുപോലൊരു ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് വെബ്സൈറ്റ് രൂപത്തിലും അതുപോലെ തന്നെ ഒരു PDF ഫയലിലൊക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എത്ര ഈസി ആവും അവരെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം. ഒന്ന് നോക്കൂ, വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതൊക്കെ ചെയ്ത് കൊടുത്ത് ചെറിയൊരു പൈസ മാത്രമേ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് മേടിക്കാവൂ. കാരണം നിങ്ങൾക്കിത് ടോട്ടലി ഫ്രീ ആയിട്ട് കിട്ടുന്നൊരു കാര്യമാണ്. അപ്പോൾ ഒരു മാന്യമായിട്ടുള്ളൊരു റേറ്റിന് വേണം ഇതെല്ലാം ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരുപാട് ഓർഡറൊക്കെ വരും. നല്ല രീതിയിൽ തന്നെ ഇത് ചെയ്ത് കൊടുത്ത് നല്ലൊരു റവന്യൂ കണ്ടെത്താനായിട്ട് കഴിയും. ഈ ഒരു ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡിനെ തന്നെ നമുക്ക് ഇനി ഒരു QR കോഡായിട്ട് കൺവേർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഷെയറിലേക്ക് വേണം. ഷെയറിലേക്ക് വന്നതിന് ശേഷം ഇവിടെ മോർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. മോറിൽ വന്നതിന് ശേഷം ഇവിടെ QR കോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ഓപ്പൺ ചെയ്യണം. ഇവിടെ UR ലിങ്ക് കൊടുക്കണം. ഈ UR ലിങ്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മുടെ ഈ ഒരു വിസിറ്റിംഗ് കാർഡിനെ, ഈ ഒരു ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡിനെ നമ്മൾ വെബ്സൈറ്റായിട്ട് കൺവേർട്ട് ചെയ്തായിരുന്നു. ആ സമയത്ത് ഇവിടെ ഒരു ലിങ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ലിങ്കാണ് ഈ കാണുന്നത്. ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്യണം. കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നതിന് ശേഷം ഇവിടെ കാർഡ് വെബ് എന്ന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ആ ഒരു ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. നമുക്ക് കിട്ടുന്ന ഡേറ്റാസ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് ഇതുപോലെ ഡേറ്റയാക്കി മാറ്റിക്കൊണ്ട് വേണം പോവാൻ. അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഒരു ഡൗട്ട് ഒക്കെ വരും ഇത് ചെയ്യാൻ നേരത്ത്. ഓക്കെ, ഇതിലേക്ക് വന്ന് ആ ഒരു ലിങ്ക് നമ്മളിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പേസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ പേജ് വേണമെന്നാക്കി കൊടുത്തതിന് ശേഷം ജനറേറ്റ് QR കോഡ് എന്ന് കൊടുത്തു. QR കോഡ് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ജനറേറ്റ് ആകുവാണ്. ഇതെല്ലാം ഈ ക്യാൻവ തന്നെ ചെയ്തു തരും. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു AI ടൂളാണ്. ഡൗൺലോഡ് QR കോഡ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ D ഡ്രൈവിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ പേസ്റ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ QR കോഡ്. ഈ ഒരു QR കോഡിനെ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയും.